അപ്പം എന്തിനു പറയണ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നിവിടെ വേറെ സ്പെഷ്യലായിട്ടൊന്നുമല്ല റെഡിയാക്കുന്നത്, മുളകും മല്ലിയും വറുത്ത് പൊടിക്കണം. അപ്പം നിങ്ങൾ കരുത് അതിന് ഈ കറിവേപ്പില എന്തിനൊന്ന് വേണമല്ലോ, അതാണല്ലോ അതിൻ്റെ സുഗന്ധം തരുന്ന ഒരു സ്പെഷ്യൽ ഫ്ലേവർ. അത് കഴിഞ്ഞ് മുളക് പൊടിക്കാനായിട്ട് വറ്റൽ മുളക് എടുത്ത് വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെന്തോന്ന് വേണം, മല്ലി പൊടിക്കാനായിട്ട് മല്ലി. അപ്പം വറ്റൽ മുളകും കറിവേപ്പിലയും പിന്നെ മല്ലി ഇതെല്ലാം കൂടെ നല്ലോണം കഴുകി ഉണക്കി വയ്ക്കണം. അത് കഴിഞ്ഞ് പാൻ എടുക്കുക, എന്നിട്ട് അത് ചൂടാക്കാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കറിവേപ്പില, ഈർപ്പം കളഞ്ഞ കറിവേപ്പില ഇട്ട് കുറച്ച് നേരം അതിനെ വറുക്കണം. എന്നിട്ട് അതിന് വേറൊരു നല്ല പാത്രത്തിലേക്ക്, ബൗളിലേക്ക് മാറ്റി വയ്ക്കണം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ മല്ലി, അതിനെ ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. അടുത്തത് വറ്റൽ മുളക്. ഇപ്പൊ അങ്ങോട്ട് ഇട്ടതല്ലേ ഉള്ളു, ഇപ്പോഴൊന്നും പൊട്ടില്ല. ഇനി നോക്കിക്കോ. ഇതിനെ വേറെ ബൗളിലേക്ക് മാറ്റണം. ഇനിയുള്ള സ്റ്റെപ്പ് പറയണ്ടല്ലോ, മിക്സിയിലിട്ട് പൊടിക്കണം. ഫസ്റ്റ് മല്ലി, കറിവേപ്പില. അങ്ങനെ മല്ലിപ്പൊടി റെഡിയായി. ലാസ്റ്റ് വറ്റൽമുളക്. അതും റെഡി.